ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് ഒരു ഫെറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ ബയാസിങ് കണ്ടീഷൻസ് എല്ലാം വരുന്നത് എന്ന് നോക്കാം. സോ ബയാസിങ്ങിനെ പറ്റിയിട്ട് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓർക്കേണ്ടത് ഒരു BJT അഥവാ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ കേസിലുള്ള ബയാസിങ് കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്നാണ്. സോ നമുക്ക് അതിനകത്തുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് നമുക്കറിയാം. സോ ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നമുക്കറിയാവുന്ന വാല്യൂസാണ് VBE ഈസ് ഈക്വൽ ടു 0.7 ആൻഡ് IC ഈക്വൽ ടു ബീറ്റ IB. സോ ഇങ്ങനെ വന്നിട്ട് നമുക്കറിയാം ആൻഡ് IC ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IB. അതായത് ഇൻപുട്ട് വാരിയബിൾസും ഔട്ട്പുട്ട് വാരിയബിൾസും തമ്മിലുള്ള ആ ഒരു ലിങ്ക് ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദിസ് പാരാമീറ്റർ, അതായത് ഈ ബീറ്റ എന്നുള്ള പാരാമീറ്ററാണ് തരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് തമ്മിലുള്ള ഈ രണ്ട് കൺട്രോളിങ് വാരിയബിളും ഇതിനകത്തുള്ള ഔട്ട്പുട്ട് പാരാമീറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതൊരു ലീനിയർ റിലേഷൻഷിപ്പാണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഒരു ഫെറ്റിൻ്റെ കേസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ആൻഡ് ദാറ്റ് ഈസ് ഒബൈഡ് ബൈ ഷോക്ക്ലീസ് ഇക്വേഷൻ. സോ ഷോക്ക്ലീസ് ഇക്വേഷൻ, sorry about the spelling mistake, it is given by Shockley's equation, SHOCKLEY, Shockley's equation. ഈ ഷോക്ക്ലീസ് ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ലീനിയർ ഇക്വേഷൻ അല്ല, പക്ഷേ അതൊരു നോൺ ലീനിയർ ഇക്വേഷനാണ്. സോ വേറൊരു വ്യത്യാസം എന്നുള്ളത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ദ കൺട്രോൾ വേരിയബിൾ ഇസ് ദ കറൻറ്റ്, പക്ഷേ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ അഥവാ എഫക്റ്റിൻ്റെ കേസിൽ നമുക്ക് വോൾട്ടേജ് ആണ് ഒരു കൺട്രോൾ വേരിയബിൾ. അപ്പോൾ നമുക്ക് ഒരു DC അനാലിസിസിൻ്റെ കേസിൽ ഫോർ എഫക്റ്റ് ദിസ് ഈസ് ഗിവൺ ബൈ, so in the case of effect all the FET amplifier in the general DC analysis, in all the general DC analysis, we have the following equations, that is IG is approximately 0 ampere and ID equal to IS. അതാണ് ഫെറ്റ് ആംപ്ലിഫിക്കേഷൻ്റെ കേസിൽ. ഇനി ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിൻ്റെ കേസിലും അതുപോലെ JFET കേസിലും നമുക്ക് കാണാവുന്ന ഒരു ഇക്വേഷൻസ് ആണ് ID ഈസ് ഈക്വൽ ടു IDSS into 1 minus VGS divided by VP whole square. എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റിൻ്റെ കേസിലും അതുപോലെ മെസ്ഫെറ്റ് അതിൻ്റെ കേസിലും നമുക്ക് വരുന്ന ഇക്വേഷൻ ID ഈസ് ഈക്വൽ ടു K into VGS minus VT whole square. ഇനി നമ്മളൊരു ട്രാൻസിസ്റ്റർ ബയാസിങ്ങിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ രണ്ടെണ്ണത്തിലും രണ്ട് വ്യത്യാസം കണ്ടു അല്ലേ. ഇവിടെ ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ്, ഇവിടെ ഒരു നോൺ ലീനിയർ റിലേഷൻഷിപ്പാണ്. പക്ഷേ ഈ പറയുന്ന ഇക്വേഷൻസ് വാലിഡ് ആവുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന ഈ ട്രാൻസിസ്റ്റേഴ്സിന് മാത്രമാണ്. അതായത് നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ്റെ കേസിൽ അത് വരുന്നില്ല. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് വെച്ച് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ലെവൽ ഓഫ് കറൻറ്റും വോൾട്ടേജും ഇതിലേക്ക് ഡിഫൈൻ ചെയ്യുന്നത് തരിക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഇവിടെ ഉപയോഗിക്കുന്ന ഈ ട്രാൻസിസ്റ്റർ പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട കണ്ടീഷൻസ് ആണ് ഈ നെറ്റ്വർക്ക്സ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ആയിട്ട് ഇത് സോൾവ് ചെയ്യേണ്ടി വരും. ഇവിടെ ലീനിയർ ഇക്വേഷൻസ്, അതായത് BJTയുടെ കേസിൽ ഇതെല്ലാം ലീനിയർ ഇക്വേഷൻസ് ആണ്, അതുകൊണ്ട് അത് സോൾവ് ചെയ്യൽ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ കേസിൽ ഫെറ്റിൻ്റെ കേസിൽ കുറച്ചെണ്ണം മാത്രമേ കറക്റ്റായിട്ട് സിലിണ്ടറായിട്ട് നേരെ അനാലിറ്റിക്കലായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ ഒരു തരത്തിൽ ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അത്ര അക്യുറേറ്റ് മെത്തേഡല്ല, പക്ഷേ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത്
പല മെത്തേഡുകൾ, ഏതൊക്കെ തരം മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്കൊരു ട്രാൻസിസ്റ്ററിൻ്റെ ഫെറ്റ് നെറ്റ്വർക്ക്സ് വയ്ക്കുന്നത് എന്നും, അതുപോലെ എങ്ങനെയൊക്കെയാണ് ഓരോ നെറ്റ്വർക്ക്സിനും നമുക്ക് ഇത് അപ്രോച്ച് ഉപയോഗിച്ചിട്ട് ഗ്രാഫിക്കൽ അപ്രോച്ച് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്നത് എന്നും നമുക്ക് നോക്കാം. സോ വി വിൽ ബി ഹാവിങ് ലോട്ട് ഓഫ് ഫെറ്റ് നെറ്റ്വർക്ക്സ്. അപ്പോൾ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഫെറ്റ് നെറ്റ്വർക്ക്സിലെ ഒരെണ്ണമാണ് ഫിക്സഡ് ബയാസ് കോൺഫിഗറേഷൻ. അപ്പോൾ ഫിക്സഡ് ബയാസ് കോൺഫിഗറേഷനിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള, അതെങ്ങനെ ഇതിനകത്തുള്ള ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷനാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കി നോക്കാം. ഇത് ഇൻപുട്ട്, ഇവിടെ ഇൻപുട്ടാണ്, ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട് C1. ദെൻ ദർ ഇസ് എ റെസിസ്റ്റൻസ് RG. ഇവിടെ RG കൃത്യമായിട്ട് കാണുന്നില്ല തോന്നുന്നു. ദിസ് ഈസ് RG. ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട് VGG. ഇതാണ് നമ്മുടെ ബയാസിങ് കണ്ടീഷൻ, നമ്മുടെ ഫെറ്റ്. ഇവിടെ RD, കപ്പാസിറ്റർ C2, ഔട്ട്പുട്ട് വോൾട്ടേജ് VO. സോ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് മാത്തമാറ്റിക്കലി അതുപോലെ ഗ്രാഫിക്കൽ അപ്രോച്ച് ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു കാണുന്ന നെറ്റ്വർക്കിനെ ഫെറ്റ് കോൺഫിഗറേഷനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. സോ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ കണ്ടീഷൻസ് നോക്കണം. സോ ആദ്യം AC ലെവൽസിൽ, അപ്പോൾ ഈ ഇതിനകത്ത് AC ലെവൽസ് VI, VO തുടങ്ങിയ AC ലെവൽസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നൗ ലെറ്റ് us കൺസിഡർ ദ കപ്പാസിറ്റേഴ്സ്. ഇതിനകത്ത് 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്, C1, C2. DC കണ്ടീഷൻസിൻ്റെ കേസിൽ ഈ കപ്പാസിറ്റേഴ്സ് ഓപ്പൺ സർക്യൂട്ട്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ ദേ വിൽ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്സ്. അതുപോലെ AC അനാലിസിസിൻ്റെ കേസിൽ ഈ കപ്പാസിറ്റേഴ്സ് ഒരു ലോ ഇമ്പിഡൻസ് ആയിട്ട് അഥവാ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട്, ലോ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇതിനകത്ത് അധികം ഇമ്പിഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു തരത്തിൽ അത് ഷോർട്ട് സർക്യൂട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ RG എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. RG എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് അത് ആ ഫെറ്റ് ആംപ്ലിഫയേഴ്സിൻ്റെ ഔട്ട്പുട്ട് അതിലേക്ക് അത് ഇൻപുട്ടായി കൊടുക്കും എന്നുള്ളത് എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ RG ensures that the input signal VI appears at the input to the FET amplifier. Now let us consider different conditions. ഞാൻ ഈ പറയുന്ന ഇത്രയും കണ്ടീഷൻസ് അഥവാ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ we have IG equal to 0 ampere അല്ലേ, IG ഈക്വൽ ടു 0 ആംപിയർ. ഞാൻ പറഞ്ഞിരുന്നു ഷോക്കിൽ നമുക്ക് ഇതിനകത്ത് DC കണ്ടീഷൻസിലെ IG അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആംപിയർ. നമുക്ക് ഈ RGയുടെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണെന്ന് നോക്കാം. ഇവിടെ ഈ സിഗ്നൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെയുള്ള കറൻറ്റ് അഥവാ ഒരു വോൾട്ടേജ് ഇതിനകത്തേക്ക് പോകുന്നത് ഈ ഗേറ്റ് കറൻറ്റ് ഇവിടെ ഇതിൽ കൂടി കാണുന്ന റെസിസ്റ്റൻസിൽ കൂടെയാണ് പോകുന്നത്. സോ I'm going to define VRG equal to IG RG. This is equal to IG എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 വോൾട്ട്. അതായത് ഇതിനകത്ത് 0 വോൾട്ടാണ് പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ RGയുടെ അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് എന്നുള്ളത് 0 ആണ്. ഓക്കെ, ഇവിടെ ഒരു 0 വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ഉള്ളതെങ്കിൽ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഈ RG എന്നുള്ളത് നമുക്കത് ഷോർട്ട് സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്യാം. സോ ഇതിനെ ഞാനൊന്ന് നെറ്റ്വർക്ക് മോഡലായിട്ട് നമുക്ക് അതിനകത്തുള്ള നെറ്റ്വർക്കായിട്ട് ഇക്വലൻറ്റ് സർക്യൂട്ടായിട്ട് ഷോർട്ട് സർക്യൂട്ട് ഇക്വലൻറ്റ് സർക്യൂട്ടായിട്ട് ഞാനൊന്ന് വരയ്ക്കുകയാണ്. സോ ദ ഇക്വലൻറ്റ് സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ, ഞാൻ ഇവിടെയുള്ള ഈ ഷോർട്ടായിട്ട് ഇവിടെ RG ഞാനൊന്ന് ഷോർട്ട് ചെയ്തു. കപ്പാസിറ്റേഴ്സ് ഓപ്പൺ സർക്യൂട്ടായിട്ട് ഇവിടെ നിന്നില്ല, ഇവിടുന്ന് ഇങ്ങോട്ടും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സർക്യൂട്ട് ഏകദേശം ഇവിടെ വരും. ഇവിടെ VGG, ഓക്കെ, ഇവിടെ ഈ കാണുന്നതാണ് VGG എന്ന് പറയുന്നത്. നൗ ഇവിടെ ID താഴത്തേക്ക് RD,
ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ഈ ഒരു ലൂപ്പിനകത്ത് ഐ ആം അപ്ലൈയിങ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് വി ജി ജി ഇങ്ങനെ വന്നു. ഇവിടെ ജി എസ് ആണ് അല്ലേ, അപ്പോൾ വി ജി എസ് ആണ്. അപ്പോൾ മൈനസ് വി ജി എസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ എന്ത് കിട്ടും? വി ജി എസ് ഈക്വൽ ടു മൈനസ് വി ജി ജി. അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ വി ജി ജി എന്നുള്ളതൊരു റെഗുലേറ്റഡ് സപ്ലൈ ആണ്. നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫിക്സഡ് റെഗുലേറ്റഡ് ഡി സി സപ്ലൈ ആണ്. അപ്പോൾ എന്താണ് വന്നത്? ഈ ജി എസ് എന്നുള്ള വോൾട്ടേജ് എന്തായി മാറി? ദിസ് ബിക്കംസ് ദ ഫിക്സഡ് വാല്യൂ, അല്ലെങ്കിൽ വി ജി എസ് ഫിക്സഡ് ആയി മാറി. സോ അങ്ങനെ ഇത് ഫിക്സഡ് ആയതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനെ നമ്മൾ പറയും ഫിക്സഡ് ബയാസ് കണ്ടീഷൻ, അല്ലെങ്കിൽ ഫിക്സഡ് ബയാസ് കോൺഫിഗറേഷൻ. ഇപ്പോൾ വി ജി എസ് നമുക്കറിയാമെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ഐ ഡി. ഐ ഡി ഈസ് ഈക്വൽ ടു ഐ ഡി എസ് എസ് ഇൻറ്റു 1 മൈനസ് വി ജി എസ് ബൈ വി പി ഹോൾ സ്ക്വയർ. സോ ഡ്രെയിൻ കറണ്ട് എങ്ങനെയാണ്? വളരെ കൃത്യമായിട്ട് കിട്ടി. അപ്പോൾ അതിനർത്ഥം അവിടെയുള്ള കളക്ടർ കറണ്ട് ഐ ഡി നമുക്ക് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വി ജി എസ് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ നമുക്കതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് റിസൾട്ടിങ് ചെയ്യുന്ന ഐ ഡി ലെവൽ വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കും. അതായത് ഇവിടെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ ഓഫ് ദ ഫെറ്റ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. ഇനി ഇതേ സംഭവം നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ ആദ്യം ഈ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. അതായത് ഷോക്ക്ലീസ് ഇക്വേഷൻ ഞാൻ ഒന്ന് പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ഷോക്ക്ലീസ് ഇക്വേഷൻ പ്ലോട്ട് ചെയ്യാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പോയിന്റ് വി പി അല്ലേ, വി ജി എസ് ഈക്വൽ ടു വി പി ആകുമ്പോൾ ഐ ഡി ഈക്വൽ ടു 0. അടുത്തതോ വി ജി എസ്, അതായത് ഐ ഡി എസ് എസ് ആകുമ്പോൾ വി ജി എസ് ഈക്വൽ ടു 0. ഇങ്ങനെ 2 കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ ഒരു കണ്ടീഷൻ കൂടി നമുക്കറിയാം, വി പി ബൈ 2 ആകുമ്പോൾ ഐ ഡി എസ് എസ് ബൈ 4 ആവും. അപ്പോൾ 1, 2, 3 പോയിന്റ് കിട്ടി. തൽക്കാലം 3 പോയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ലീനിയർ ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. ഇനി ഈ ഗ്രാഫിൽ നിന്ന് ഞാൻ ഇതിനകത്ത് വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ കണ്ടീഷൻ എന്താണ്? സോ യു ആർ ഗിവൺ എ വാല്യൂ. അവിടെ നമ്മൾ ഫിക്സഡ് ബയാസ് കണ്ടീഷൻ വി ജി ജി എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഹിയർ വി ജി എസ് ഈസ് ഈക്വൽ ടു മൈനസ് വി ജി ജി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സപ്പോസ് നമുക്ക് വി ജി എസിൻ്റെ ഒരു വാല്യൂ അറിയാം. ഞാനിങ്ങനെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ആ പോയിന്റിൽ വി ജി എസിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ ആ പോയിന്റ് ഞാൻ എന്ത് ചെയ്തു? വി ജി എസ് ഈക്വൽ ടു മൈനസ് വി ജി ജി, അഥവാ വി ജി എസിൻ്റെ വാല്യൂ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളൊരു വാല്യൂ കൊടുത്തു. ദാറ്റ് വിൽ ബി എ ലൈൻ. പക്ഷേ ഈ വി ജി ജി വാല്യൂ എവിടെ നിന്നാണ് കിട്ടുന്നത്? വി ജി ജി വാല്യൂ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിൻ്റെ പ്രത്യേകതയാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടിനകത്തുള്ള പവർ സപ്ലൈ, അഥവാ തന്നെ നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത. ബി ജി നമ്മൾ ഫെറ്റിൻ്റെ പ്രത്യേകതയല്ല. ഇവിടെ ഒരു ലൈൻ കിട്ടി. ഈ ലൈനും നമ്മൾ വരച്ചിട്ടുള്ള കർവ് കൂടി കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് ദ ക്യൂ പോയിന്റ്. ഓക്കെ, സോ ആ ക്യൂ പോയിന്റ്, അപ്പോൾ ഈ പോയിന്റിനെ പറയുന്നതാണ് ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ക്വൈസെന്റ്. ഓക്കെ, ക്വൈസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്വൈസെന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ്.
അപ്പോൾ ഇത് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സബ്സ്ക്രിപ്റ്റ് ക്യൂ കൊടുക്കാം എല്ലാറ്റിനും. ഇനി ഈ ഒരു ലെവലിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മളിങ്ങനെ സർക്യൂട്ട് കൊടുക്കുക, VGG എന്ന് കൊടുക്കുക, GS വാല്യൂ വോൾട്ട് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാം. ഈ വാല്യൂ ഇവിടെ ഒരു അമ്മീറ്റർ, മില്ലി അമ്മീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാം. സോ നമുക്കത് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഈ പറയുന്ന DC ലെവൽസ് ഓഫ് IG ആൻഡ് VGS കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്തുള്ള IDയുടെ വാല്യൂം അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് IDQ, ഇവിടെ നിന്ന് കിട്ടുന്ന VGS. ഓക്കെ, ഇനി ഇത്രയും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വോൾട്ടേജ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഈ പറയുന്ന നേരത്തെ സർക്യൂട്ട് ഞാനൊന്ന് നോക്കി നോക്കാം. അഥവാ നേരത്തെ ഞാനൊരു സർക്യൂട്ട് ഞാൻ വരച്ചിരുന്നു. ഇതാ ഈ സർക്യൂട്ട് ഞാനൊന്ന് നോക്കുകയാണ്. ഈ സർക്യൂട്ടിനെ ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് വരെ ഒരു കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണം. ഇതാ ഇവിടുന്ന് ഇതുവരെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാം. സോ ഇവിടുന്ന് താഴത്തേക്ക് വരുമ്പോൾ അപ്പോൾ എനിക്ക് വരുന്ന വാല്യൂസ് ഓരോന്ന് വിധം നോക്കി നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് താഴത്തുനിന്ന് മുകളിലേക്ക് പോകണം. ഏതാണ് കുറച്ചും കൂടി ഇപ്പോൾ നെഗറ്റീവ് മാറും കിട്ടും. താഴത്തുനിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ വരുന്നത് VDS, ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്ലസ് ID RD, ഇവിടെ എത്തിക്കഴിഞ്ഞാലോ മൈനസ് VDD, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? VDSൻ്റെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ VDS ഈസ് ഈക്വൽ ടു VDD മൈനസ് ID RD. ഓക്കെ, ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നോക്കിയിട്ട് പല വാല്യൂസും കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇതെല്ലാം ഡബിൾ സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ VDS എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അറ്റ് D എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ വിത്ത് റെസ്പെക്ട് ടു S. ID RD, VDD എന്ന വോൾട്ടേജ് അറ്റ് ഡ്രെയിൻ, അല്ലെങ്കിൽ ഇവിടെ DD ആ പവർ സോഴ്സ്. ഓക്കെ, അവിടെയുള്ള ഒരു പവർ സോഴ്സാണ് നോക്കുന്നത്. നമുക്കിതിനെ ഒന്ന് ഒരു സിംഗിൾ സ്ക്രിപ്റ്റ്, ഇത് ഡബിൾ സ്ക്രിപ്റ്റ് നൊട്ടേഷനാണ്, സിംഗിൾ സ്ക്രിപ്റ്റ് നൊട്ടേഷനിലാക്കിയിട്ടൊന്ന് എഴുതി നോക്കാം. സപ്പോസ് VS ഈക്വൽ ടു 0 വോൾട്ട്. ഇതിലെ ഞാൻ VDS ഈക്വൽ ടു VD മൈനസ് VS എന്ന് എഴുതി. പക്ഷെ VS ഈക്വൽ ടു 0 വോൾട്ട് അല്ലേ? അപ്പോൾ അതിനൊക്കെ എന്തെഴുതാം? VD ഈക്വൽ ടു VDS പ്ലസ് VS. ഇതിൽ VS ഈക്വൽ ടു 0 വോൾട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് കിട്ടി? ഈക്വൽ ടു VDS. അടുത്തത് VGS ഈക്വൽ ടു VG മൈനസ് VS, അല്ലെങ്കിൽ VG ഈക്വൽ ടു VGS പ്ലസ് VS. Here VS ഈക്വൽ ടു 0 വോൾട്ട്. അപ്പോൾ എന്ത് കിട്ടി? ദിസ് ഈസ് ഈക്വൽ ടു VGS. അതായത് VD ഈക്വൽ ടു VDS, അതുപോലെ VG ഈക്വൽ ടു VGS. ദാറ്റ്സ് ബിക്കോസ് VS ഈസ് ഈക്വൽ ടു 0. അതായത് ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് സിംഗിൾ സ്ക്രിപ്റ്റ് ആയാലും ഡബിൾ സ്ക്രിപ്റ്റ് ആയാലും ഇങ്ങനെ ഒരു ജസ്റ്റ് അതിൻ്റെ റിലേഷൻഷിപ്പ് വരുന്നുണ്ട് എന്നുള്ളതൊന്ന് അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻസ് ഞാനൊന്ന് കാണിച്ചു തന്നേ. ഇതാണ് ഫിക്സഡ് ബയാസ് കോൺഫിഗറേഷൻ. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതെല്ലാം ഉണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. സോ താങ്ക് യു.